പണ്ട് കൊയ്പ്പള്ളിക്കാരായ്മ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ പോയ ചെട്ടികുളങ്ങരയിലെ നാട്ടുപ്രമാണിമാരെ അവിടുത്തെ ചില ഗ്രാമത്തലവന്മാർ അപമാനിക്കുകയുണ്ടായി. ഇതിൽ മനം നൊന്ത് അവർ ചെട്ടികുളങ്ങരയിൽ ഒരു ക്ഷേത്രം വേണമെന്ന് ആഗ്രഹിച്ചു. ദേവി പ്രീതിക്കായി അവർ കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിച്ചു. കഠിനവ്രതത്തോടെ വജ്രം ഇരുന്നതിനാൽ വെളിച്ചപ്പാടിലൂടെ ഒരു വാളിൽ ദേവി സാന്നിധ്യം അറിയിക്കുകയുണ്ടായി. അങ്ങനെ ആ വാളുമായി കർണാഥന്മാർ തിരികെ ദേശത്തേക്ക് മടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം കരിപ്പുഴത്തോട്ടിലെ കഴുത്തുകാരനോട് തനിക്ക് ചെട്ടികുളങ്ങരയ്ക്ക് പോകാനാണ് സഹായിക്കാമോ എന്നൊരു വൃദ്ധ ചോദിച്ചു. നേരം വൈകിയതിനാൽ അയാൾക്ക് അവരെ തനിയെ അയക്കാൻ തോന്നിയില്ല. അങ്ങനെ യാത്രാമധ്യേ അവർ ഇരുവരും ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. അടുത്തുള്ള ഒരു ഭവനത്തിൽ നിന്ന് അയാൾ വൃദ്ധയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകുകയും ചെയ്തു. ക്ഷീണം മൂലം മയങ്ങിപ്പോയ കഴുത്തുകാരൻ ഉണർന്നെണീറ്റപ്പോൾ വൃദ്ധയെ കാണാനില്ല. പരിഭ്രമിച്ച അയാൾ അടുത്തുള്ള ഭവനങ്ങളിൽ വിവരമറിയിച്ചു. തൊട്ടടുത്ത ദിവസം ദേശത്തെ ഒരു ഇല്ലത്ത് പുരമേറ്റിൽ നടക്കവെ ആ വൃദ്ധ അവിടെ എത്തുകയുണ്ടായി. പുരകെട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി. പെട്ടെന്ന് ഒരു പ്രകാശം തൊലിച്ചുയർന്ന് ആ വൃദ്ധ അപ്രത്യക്ഷയാകുന്നത് ഇല്ലത്തെ അന്തർജനം കണ്ടു. അവർ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ പലയിടങ്ങളിലായി കണ്ട ആ വൃദ്ധ സാധാരണ സ്ത്രീ അല്ലെന്നും സാക്ഷാൽ ദേവി തന്നെ ആയിരുന്നെന്നും അവർ തിരിച്ചറിഞ്ഞു.